അവിടെ കർണാടകത്തിലെ ഒരു ചെറിയ പടം ഇത് ഇപ്പോൾ പക്ഷേ ഒരു 1 വീക്ക് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ അത് ഒരു സൂപ്പർ സ്റ്റാർ പടൻ്റെ പോലെ കളക്ഷൻ ഉണ്ട്, നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. സോ വി വെർ ഓൾവേസ് ആൻഡ് ഇറ്റ് ഈസ് ഹിസ് ഫസ്റ്റ് ഡയറക്ടോറിയൽ ഇൻ കന്നഡ. ഇവരുടെ ആദ്യത്തെ ഡയറക്ടോറിയലാണ്. So we always loved Malayalam cinemas and we are inspired by Malayalam cinemas. So we just wanted to see how would the response be. And thank you so much. We really loved how you responded. Let's see how will the crowd Kerala. So we just wanted to see ഇവിടുത്തെ റെസ്പോൺസ് എങ്ങനെ കിട്ടുമെന്ന്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോ ഓഡിയൻസിന് മുമ്പ് വരുമ്പോൾ എന്താ റെസ്പോൺസ് കിട്ടും. ഐ എം വെരി എക്സൈറ്റഡ് ടു സീ ആൻഡ് താങ്ക് യു. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്. And also I want to thank Wayfair. ഞാൻ ഈ സിനിമ രാജു പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതാണ് നമ്മുടെ കോൺഫിഡൻസ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് വന്നത്. ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ടല്ലോ, ഗംഭീരമായിട്ട്. താങ്ക് യു സോ മച്ച്. His first film, brother. Really? Yes. Excellent. First film in Kannada. And he's a writer of Kandara. Yeah. കന്താരയുടെ റൈറ്ററാണ് അദ്ദേഹം. സോ കൺഗ്രാജുലേഷൻ എൻ്റെ ടീം. സൂപ്പറായിട്ടുണ്ട്, എക്സലൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ്. എനിക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യും, ബിക്കോസ് ഞാനൊരു കാസർഗോഡുകാരൻ കൂടി ആയതുകൊണ്ട് ഞങ്ങളുടെ ബോർഡർ ഏരിയയിലാണ് ഈ കഥ നടക്കുന്നത്, ഈ കൾച്ചർ നടക്കുന്നത്. സോ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. കൺഗ്രാജുലേഷൻ. ഇനിയും ഇങ്ങനെയുള്ള സിനിമകളുമായിട്ട് വാ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സോ എനിക്ക് തോന്നുന്നു മലയാള പടം അല്ലെങ്കിൽ പോലും നമ്മൾ ഇത്രയും കൂടുതൽ എൻജോയ് ചെയ്ത് ഈ അടുത്ത കാലത്ത് കണ്ട ഒരു സിനിമയില്ല എന്ന് പറയാം. കാരണം വന്നിരിക്കുമ്പോൾ തൊട്ട് അവസാനം വരെയും ചിരിയായിരുന്നു എല്ലായിടത്തുനിന്നും. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചെറിയൊരു സിനിമയാണ്, മലയാളി ആക്ടേഴ്സ് ഒന്നും അല്ലെങ്കിൽ പോലും നമുക്ക് അവരെല്ലാം സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും. മൊത്തം അറിയാവുന്നത് രാജ് സാറിനെയാണ്, അദ്ദേഹത്തെ മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സിനിമ കണ്ടു. നല്ലൊരു സിനിമയാണ്, കൊച്ചു സിനിമയാണ്. അതിലെല്ലാ കഥാപാത്രങ്ങളും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാ ക്രൂ മെമ്പേഴ്സിനും കൺഗ്രാജുലേഷൻസ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. എനിക്ക് തോന്നുന്നു കന്നഡയിൽ ഇത് ഭയങ്കര ഹ്യൂജ് ഒരു സക്സസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കോടികളുടെ കണക്കാണ് ഒരു ചെറിയ സിനിമ വാരിക്കൂട്ടുന്നത്. അപ്പം എല്ലാവിധ ആശംസകളും സർ. താങ്ക് യു സോ മച്ച്. അതെ, കുറേ പടം കണ്ടിനി മലയാളം. അതിൻ്റെത് മലയാളം ഇപ്പോൾ എൻ്റെ കാസർഗോഡ് മഞ്ചേശ്വര സ്ഥലമാണ് എൻ്റെ. ഇഷ്ടപ്പെട്ട പടം. താങ്ക് യു സോ മച്ച്. സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ശരിയല്ലേ? താങ്ക് യു സോ മച്ച്. എന്താ പറയപ്പ, എൻ്റെ ഐഡിയ പോയി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. And now let's welcome Ravi Annan, alle? Yes. Namaskaram. Actually, I don't know to speak in Malayalam, sorry for that, but I really, Malayalam cinema has been a biggest inspiration for us and all. Like we as a filmmakers love Malayalam cinemas from core of our heart. So I'm extremely happy that our cinema, Sulochana from Someshwara, is releasing in Malayalam, and I hope you people will give all the love and support towards us as you give for all the good films coming out in Malayalam. Thank you so much. Yeah, I got this opportunity through my friend Christo. അയ്യോ, മലയാളം. അപ്പോൾ ക്രിസ്റ്റോ ഉണ്ടല്ലോ, നമ്മുടെ ടെർബോയുടെ ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ. അപ്പം ടെർബോയിലെ മ്യൂസിക് ഡയറക്ടർ ക്രിസ്റ്റോ ആണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ രാജേട്ടൻ വിളിച്ചു, പുള്ളി ഇവിടെ വന്നു. ഞങ്ങളൊരു 20-25 ഡേയ്സ് സ്കോർ ഉണ്ടായിരുന്നു. രാവിലെ 9 to ഈവനിങ് 9 വരെ അങ്ങനെ ചെയ്താണ് തീർത്തത്. ആൻഡ് ഹി ഓൾസോ റാപ്ഡ് ആൻഡ് ഹി ഈസ് ഓൾസോ എ മ്യൂസിക് ഡയറക്ടർ ഓൺലി. ലൈക്ക് ഞങ്ങൾ രണ്ടുപേരുടെയും കൊളാബറേഷനാണ് ഈ സ്കോർ. ആക്ച്വലി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മോർ ദാൻ വർക്കിംഗ് വിത്ത് ഇൻക്രെഡിബിൾ ആർട്ടിസ്റ്റ്, ദീസ് ആർ ഓൾ ലൈക്ക് റിയലി ഗ്രേറ്റ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ അതും വളരെ റെയർ ആണല്ലോ, നല്ല അടിപൊളി ഹ്യൂമൻ ബീയിങ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. That's a really nice thing, no? So cinema is bonus. The first thing is human beings. Yeah, Rolo.
താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവിയുടെ പ്രീമിയറിൻ്റെ പാർട്ടാവുന്നത് ഇങ്ങനെ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. രാജ്ബി ഷെട്ടി സർ, താങ്ക് യു ഫോർ ദ മെസ്സേജ്. കാരണം ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത ദിവസം സാർ എനിക്കൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് മീൻസ് എ ലോട്ട്. കാരണം ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റായിട്ടും യു ആർ സോ ഹംബിൾ, അങ്ങനെ ഒരു മെസ്സേജ് ചെയ്യാൻ ഉള്ളൊരു കേർട്ടസി കാണിച്ചതിൽ. ഞാനിതിൽ 2 സോങ്ങാണ്, ഇൻട്രോയിൽ വരുന്ന ഒരു സോങ്ങും പിന്നെ ആകാശക്കോണിൽ എന്ന് പറഞ്ഞ സോങ്ങിൻ്റെ കുറച്ച് പോർഷൻസാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, വേഫെയർ ഫിലിംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ടാമത്തെ, ഞാൻ കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം രണ്ടാമത്തെ ഒരു അസോസിയേഷനാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ ഇതിലേക്ക് സജസ്റ്റ് ചെയ്ത ഔസപ്പച്ചൻ, ആഷിഖ് ആൻഡ് ദി ഹോൾ ടീം, സന്ദീപ് ആൻഡ് ദ മ്യൂസിക് ഡയറക്ടർ സുമേത്, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ആൻഡ് മൂവി കണ്ടതിന് ശേഷം എല്ലാവരുടെയും ഫാനായി. രവിയണ്ണൻ, അശോക് ഏട്ടൻ, ഐ മീൻ ഗുരുജി, എല്ലാവരുടെയും ഫാനായി. അപ്പോൾ എന്തായാലും നമ്മുടെ മലയാളത്തിൽ ഈ മൂവി ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിഷിംഗ് ദി എൻറ്റയർ ടീം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ആൻഡ് പ്ലാൻ ചെയ്താൽ വന്നത്, പക്ഷേ അവസാനം ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അവസാനം ടോട്ടലി ബ്ലാങ്ക്. ശരിക്കും എൻജോയ് ചെയ്തു. ഗംഭീര സിനിമ. എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് കമ്മിറ്റ് ചെയ്യാനുള്ള റീസൺ? കാരണം സ്റ്റാർട്ട് ടു എൻഡ് ഹ്യൂമർ മാത്രം, അതും കൂടുതൽ സിറ്റുവേഷൻ കോമഡി എന്ന് പറയുന്നത് നിസ്സാരമല്ല. എങ്ങനെ ഉണ്ടായിരുന്നു അത് മലയാളത്തിലേക്ക് ചെയ്യുമ്പോൾ? എത്രത്തോളം ടഫായിരുന്നു അത്? ഇല്ല, ആക്ച്വലി കൾച്ചറലി നമ്മുടെ സദൺ പാർട്ട് ഓഫ് കർണാടക പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ബോർഡർ ആ ഒരു കൾച്ചറൽ ഷെയറിങ് ഉണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ ഈ ഡബ്ബിങ് ചെയ്തിട്ടുള്ള നമ്മുടെ സതീഷ് മുതുകോഡ്, I think he didn't dub, actually he recreated the cinema in Malayalam language. നല്ല പഞ്ചസ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി പഞ്ചിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്, അത് കൾച്ചറൽ റെഫറൻസിന് വേണ്ടി. ബട്ട് ഹീസ് ഫാബുലസ്. എന്താ വെച്ചാൽ മീ ആൻഡ് JP വി ട്രാവൽ എ ലോങ് വേ ടുഗെദർ. എൻ്റെ ആദ്യത്തെ പടം ആക്ച്വലി തുടങ്ങുമ്പോൾ ഇറ്റ് വാസ് എ തുളു ഫിലിം, ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. അപ്പോൾ JP ഓഡിഷനുക്ക് വേണ്ടി വന്നത്. അപ്പോൾ അവർ നല്ല ഒരു റൈറ്റർ എന്ന് എനിക്ക് മനസ്സിലായി. എന്താ വെച്ചാൽ ഹി യൂസ് ടു നറേറ്റ് സ്റ്റോറീസ് ടു പീപ്പിൾ. സോ ഐ സെഡ്, വൈ ആർ യു വേസ്റ്റിംഗ് സ്റ്റോറീസ്? വൈ കാൻറ്റ് യു റൈറ്റ് ആൻഡ് ഡയറക്റ്റ് ആൻഡ് ബിക്കം എ ഡയറക്ടർ? But yeah, he started, but I was a little late, like, because of so many things we couldn't deliver it. So after 6 years, I think he became a director in Kannada. It's we are a team together, brother. Like, me and him, and we all are from, like, even before I became director, we are in the same boat. I think we are all from the same house. So it's not we chose a script. I think we made it together, everybody in the team. ഡയറക്ടർ എടുത്താൽ ഹൈ കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല, ഫസ്റ്റ് ഫിലിം ആണെന്ന് പറയത്തില്ല. വെൻ വി സീ ദ ഫിലിം മനസ്സിലാവും. ഫസ്റ്റ് പടമാണെന്ന് എന്തായാലും കണ്ടാൽ പറയത്തില്ല. അത്രയും ഡീറ്റെയിലിങ് നല്ല രസമുള്ള ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ഈ ഒരു ജേർണിക്ക് വേണ്ടി എത്രത്തോളം ടഫായിരുന്നു ഒരു സ്ക്രിപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യാനായിട്ട്? കുറേ ഫാൻറ്റസി ഉണ്ട് ഇതിനകത്ത്, കുറച്ച് റിലീജിയൻസ് വരുന്നുണ്ട്, കുറച്ച് ബിലീഫ്സ് വരുന്നുണ്ട്, എന്നാൽ ഒരുപാട് ഹ്യൂമർ വരുന്നുണ്ട്. എത്രത്തോളം ടഫായിരുന്നു അത്? അത് ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റാണ്, തിയേറ്ററിൽ ഡ്രാമ ഡയറക്ടറാണ്. അവിടെ നമ്മുടെ മാംഗ്ലൂർ ബെൽറ്റിൽ അത് കുറേ കോമഡി ഡ്രാമ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് സ്ക്രിപ്റ്റിലേക്ക് വന്നത്. പിന്നെ ഒരു 6 years ജേർണി ഉണ്ടല്ലോ, അത് ഫ്രഷ് ആവാനേ ഉണ്ടായി സ്ക്രിപ്റ്റ്. എങ്ങനെയാണ് ഗുരുജിയിലേക്ക് ആ ക്യാരക്ടർ? നമ്മള് ഷെട്ടി സാറിന് പറയുമ്പോൾ നമുക്ക് ഒന്നിക്ക് പക്ക വില്ലനായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു പക്ക ഹീറോ മെറ്റീരിയലായിട്ട്. ഇങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് എങ്ങനെയാണ്? നമ്മൾ ഫസ്റ്റ് കണ്ടത് കോമഡിയൻ ആയിട്ട്, ഇത് മൊന്നുമട്ട കഥയല്ലേ. അതിൻ്റെ പിന്നെയാണ് ഒരു ഗരുഡഗമന, ശിവപാത്രം, അതിൻ്റെ പിന്നെ ഒരു വില്ലനായിട്ട് ഞങ്ങൾ നോക്കിയതല്ലേ. ഞങ്ങൾ മൈൻഡിൽ ഫസ്റ്റൊക്കെ ഇത് കോമഡിയനായിട്ട്, അത് നല്ല ഒരു ഹ്യൂമർ സെൻസ് ഉള്ള ആളല്ലേ. ഞാൻ ലക്കിയാണ്, എൻ്റെ പടത്തിൽ രാജ് സാർ അഭിനയിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു ഇതാണ് ലക്കി. ഇത്ര ക്യൂട്ട് ക്യാരക്ടർ, അത് പടത്തിൽ മാത്രം, റിയൽ ലൈഫിൽ കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റൂല. ഞാൻ തിയേറ്റർ വിസിറ്റ് പോകുമ്പോൾ അവിടെ ഒരു ആൾ കിട്ടി. അവൻ തിയേറ്ററുടെ ഓണറുടെ അലിയനാണ്. അവന് തന്നെ അടിച്ചിട്ട് ഫിറ്റാണ് ആള്. വന്നിട്ട് അവൻ്റെ ഒരു റിക്വസ്റ്റ് എനിക്ക് ഉമ്മ കൊടുത്തു, അതെല്ലാം ഓക്കെ. ഇങ്ങനെ പിടിച്ചു, ഇവർക്ക് ഇവിടെ ഒരു ഇത് കിട്ടി, അടി കിട്ടി, അതെല്ലാം ഓക്കെ. അതിങ്ങനെ ഇവർ കിട്ടി, അതൊക്കെ. ലാസ്റ്റ് റിക്വസ്റ്റ് ആണ്, സ്റ്റെപ്പിന്റെ മേലിലുണ്ട് ഒരു
മൂന്നാമത്തെ ഫ്ലോറിൻ്റെ സ്റ്റെപ്പിൻ്റെ എഡ്ജിൽ ഞാൻ നിങ്ങളെ ലിഫ്റ്റ് ചെയ്യണു. എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. അതാണ് അലിയൻ്റെ സ്പെഷ്യാലിറ്റി. ഇത് റെഫറൻസ് ഒന്നും വേണ്ട, എല്ലാ പ്ലേസിലും കിട്ടും. ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു റൗണ്ട് ചുറ്റിയാൽ ഒരു അലിയൻ ഉണ്ട് ഇവിടെ, അതുണ്ട്. പക്ഷേ അതെ, അതാണ് അവനക്ക് പേരില്ല. എന്താ വെച്ചാൽ അലിയനാണ്. അലിയൻ അലിയൻ വന്നു. Everyone can relate. Everyone can relate. Everyone can relate. And but actually they are cute because their goal is not, they are not very aspirational. They want to drink and stay happy. That's all. That's all. Simple life. But it is very troublesome for others. That's all.